കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കേൾക്കുന്നതും ഇപ്പോഴും മാധ്യമങ്ങൾ സംസാരിക്കുന്നതുമാണ് നടിയെ ആക്രമിച്ച കേസും അതുമായി ബന്ധപ്പെട്ട വിധിയും. 2025 ഡിസംബർ 8 തലേ ദിവസം സംഭവിച്ചത് ചരിത്രലിപികളിൽ എഴുതപ്പെടണം എന്നത് വേണം പറയാൻ. അതായത് 8.25 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന മാധ്യമ വിചാരണകൾക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിചാരണകൾക്കും ഒക്കെ ഒടുവിൽ ഒരു വിധി വന്നു. കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് വിചാരണ കോടതി കണ്ടെത്തുന്നു. ഇനിയും മേൽക്കോടതികളുണ്ട്. അതിജീവിതയും സർക്കാരും അതിന് പിന്നാലെ തന്നെ പോകും. നടനായ ദിലീപ് 8ാം പ്രതിയായി കോടതി കുറ്റവിമുക്തനാക്കപ്പെടുമ്പോൾ മാധ്യമങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതുമായി ബന്ധപ്പെട്ടാണ്. ദിലീപിനെ വെറുതെ വിട്ടത് ശരിയായില്ല എന്നുള്ള അഭിപ്രായവും ദിലീപ് കുറ്റക്കാരനാണെന്ന് വാദിക്കുന്ന ആ വിഭാഗത്തിനോടൊപ്പം തന്നെ കോടതി വളപ്പിൽ പടക്കം പൊട്ടിച്ചും ലഡ്ഡു വിതരണവും ചെയ്ത ദിലീപ് ആരാധകരെ നമ്മൾ കണ്ടു. പക്ഷേ എല്ലാത്തിനും ഉപരിയായ ഒരു ചോദ്യം, ദിലീപിനെ വെറുതെ വിട്ടതും ദിലീപിനെ കുറ്റക്കാരനാക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കേണ്ടത് അവൾക്ക് വേണ്ടിയിട്ടല്ലേ, അവളുടെ പോരാട്ടവും കൂടിയല്ലേ എന്നുള്ള ന്യായമായ ചോദ്യത്തിന് മേലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സ്വാഭാവികമായും അവൾക്കൊപ്പം ഹാഷ്ടാഗുകൾ കഴിഞ്ഞ ദിവസങ്ങൾ പരന്നു. ആരുടെ പോരാട്ടം? അവളുടെ പോരാട്ടം. 2017 ഡിസംബർ 17 അവൾ നേരിട്ട ആ ക്രൂരമായ ആക്രമണത്തെ അന്ന് മുതൽ തന്നെ ചോദ്യം ചെയ്ത ഒരുപാട് ആളുകൾ സിനിമാ മേഖലയിൽ ഉൾപ്പെടെയുണ്ട്. ഇതെല്ലാം കള്ളക്കഥയാണെന്നും ഇതെല്ലാം വ്യാജ കഥയാണെന്നും ഉൾപ്പെടെ ഈ നടിയുടെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പോലും സംസാരിച്ചവർ നമുക്ക് ചുറ്റുമുണ്ട്. ഇവൾ നടത്തുന്നത് കപട പോരാട്ടമാണെന്നും ഈ കേസൊന്നും നിലനിൽക്കില്ല എന്നും കൊച്ചി പോലെ പട്ടാപ്പകൽ പോലെ, അതായത് ഇരുട്ടത്ത് പോലും പട്ടാപ്പകൽ നിൽക്കുന്ന കൊച്ചിയിൽ ഇതൊക്കെ വെറും കള്ളക്കഥയാണെന്ന് പോലും പ്രചരിപ്പിച്ച ഒരു നാടാണിത് എന്നത് നിങ്ങൾ മറക്കരുത്. പക്ഷെ അവൾ ആ പോരാട്ടം തുടർന്നു. 2017 തന്നെ അവൾ ആ പോരാട്ടം ആരംഭിച്ചു. അവൾ ജീവിതത്തിലേക്ക് തിരികെ വന്നു. അവൾ വീണ്ടും സിനിമകളിൽ അഭിനയിച്ചു. സിനിമകളിൽ മാറ്റി നിർത്താൻ വേണ്ടി ഒരു വലിയ വിഭാഗം സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിച്ചു. അവൾ അവളുടെ ദാമ്പത്യ ജീവിതവുമായി മുന്നോട്ട് പോയതിന് ശേഷം പോലും അവളെ വെറുതെ വിടാത്ത ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. അത് കഴിഞ്ഞ് 8.25 വർഷത്തിന് ശേഷം കോടതി വിധിക്കുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്നും കോടതി കണ്ടെത്തുമ്പോഴാണ് ആ വ്യാജ കഥകളാണെന്ന് പറഞ്ഞവരുടെ ചെകിട്ടത്ത് നോക്കി ആ അടി കിട്ടുന്നത്. അവൾക്കൊപ്പമല്ലാതെ ആർക്കൊപ്പമാണ്? അവൾക്കൊപ്പം തന്നെയാണ്, തർക്കമൊന്നും തന്നെയില്ല. ആസിഫ് അലി ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് മുന്നിൽ വന്ന് പറഞ്ഞ ഒരു വാചകമുണ്ട്, എന്നും അവൾക്കൊപ്പം തന്നെയാണ്, പക്ഷേ കോടതി വിധിയെ ബഹുമാനിക്കുന്നു, കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ആസിഫ് അലി പറഞ്ഞത്. സ്വാഭാവികമായും അവിടെ നിൽക്കുകയാണ്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ഈ 6 വരെയുള്ള പ്രതികൾ മാത്രമാണോ കുറ്റക്കാർ എന്നത് തെളിയിക്കേണ്ടിയിരിക്കുന്നു. വിചാരണ കോടതിയല്ല അവസാന കോടതി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ തന്നെ സെൻസേഷണലായ കേസിൽ, ഇത്രമാത്രം സംസാര വിഷയമായ കേസിൽ സ്വാഭാവികമായും ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും കാര്യങ്ങൾ നീങ്ങും. അവിടെയും മറിച്ച് വേറൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ 6 വരെയല്ല പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ പോലും മുഴുവൻ കുറ്റക്കാരെയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിൽ പറയേണ്ടത്. പറയേണ്ടി വരുന്നതും അവളുടെ പോരാട്ടത്തെക്കുറിച്ചാണ്, അവളുടെ പോരാട്ട വീര്യത്തെക്കുറിച്ചാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, മലയാള സിനിമാ മേഖല 2017 വരെ നിന്നതുപോലെയാണോ ഇന്ന് 2025 എത്തി നിൽക്കുന്നത്? സിനിമ മാറി, സിനിമയ്ക്കുള്ളിലെ കഥ മാറി, അവിടെ ഉണ്ടായിരുന്ന ബാഹ്യശക്തികൾ മാറി, പവർ ഗ്രൂപ്പുകൾ എവിടെ? ഇതുപോലുള്ള പല ചോദ്യങ്ങൾക്കും തുടക്കം കുറിച്ചത് അവളാണ്. അവളുടെ പോരാട്ടമാണ്, അവളുടെ ധൈര്യമാണ്, അവളുടെ ശക്തിയാണ്. അവളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി നൂറുകണക്കിന് ആളുകൾ അവളുടെ ചുറ്റും നിന്ന് കാണും. എന്തിനാണ് കേസും കോടതിയുമായി മുന്നോട്ട് പോകുന്നതെന്ന് പിന്തിരിപ്പിക്കാൻ നിന്ന ഒരു വലിയ വിഭാഗം ആളുകളും ഉണ്ടാകും. എന്തിനാണ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നത്, തുടർന്നും സിനിമയിൽ അഭിനയിച്ച് മുന്നോട്ട് പോയാൽ പോരെ എന്ന് അവളെ ഉപദേശിച്ചവരും ഉണ്ടാകും. അങ്ങനെ എല്ലാവരും ഉണ്ടായിട്ട് പോലും അവൾ അവളുടെ നീതിക്ക് വേണ്ടിയിട്ടാണ് പോരാടിയത്. ആ നീതിക്ക് വേണ്ടി പോരാട്ടത്തിൽ നിന്നാണ് 8.25 വർഷത്തിന് ശേഷം അവൾ എത്തി നിൽക്കുന്നത്. പ്രതികരിക്കാനില്ല എന്ന അതിജീവിത കഴിഞ്ഞ ദിവസം പറയുമ്പോൾ പോലും അവളുടെ നിരാശ കാരണം അവൾ പ്രതികരിക്കാത്തതെന്ന് വ്യക്തമാണ്. കാരണം നിരാശയല്ലായിരുന്നെങ്കിൽ അവൾ പ്രതികരിച്ചേനെ. അവൾ നിന്നിരുന്ന മൗനത്തെ അവൾ വെടിഞ്ഞേനെ. കഴിഞ്ഞ ദിവസം ദിലീപ് വെടിഞ്ഞ ആ മൗനം അതുതന്നെയായിരുന്നില്ലേ? അതായത് ആ സെഷൻസ് കോടതിയിൽ നിന്ന് മുന്നോട്ട് വന്നതിന് ശേഷം കഴിഞ്ഞ 9 വർഷം ദിലീപിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ദിലീപ് പറയുന്നത്. ദിലീപ് വന്നതിന് പിന്നാലെ ദിലീപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്ന കാര്യം ആദ്യം പറഞ്ഞത് മഞ്ജുവിനെതിരെയും രണ്ടാമത് പറഞ്ഞത് ഉന്നത ഉദ്യോഗസ്ഥയായ ബി സന്ധ്യയ്ക്ക് നേരെയുമാണ്. അത് ദിലീപിൻ്റെ ബോഡി ലാംഗ്വേജിൽ തന്നെ ഉണ്ടായ ഒരു മാറ്റം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ദിലീപ് ഇത്രയും നാൾ തന്നെ ക്രൂശിക്കപ്പെട്ടതിൽ നിന്നും
കുറ്റവിമുക്തനായി പുറത്തിറങ്ങി വന്നപ്പോൾ സ്വാഭാവികമായും അയാളിലുണ്ടായിരുന്ന അമർഷവും ദേഷ്യവും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, അയാൾക്ക് നീതി കിട്ടിയെന്ന് അയാൾ വിശ്വസിക്കുന്ന, ദിലീപ് വിശ്വസിക്കുന്ന ആ മൊമെൻറ്റിൽ നിന്നുകൊണ്ടാണ് ആ ബോഡി ലാംഗ്വേജ് മാറുകയും സംസാരിക്കാനും തുടങ്ങിയത്. ഇവിടെ അതിജീവിത അവൾ എന്തുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറായില്ല? കാരണം അവൾ ആഗ്രഹിച്ചിരുന്ന വിധി ഇതല്ലായിരുന്നു. അവൾ ഇതിൽ സന്തോഷവതിയല്ല. മന്ത്രിമാരായ വീണ ജോർജും സജി ചെറിയാനും ഉൾപ്പെടെയുള്ളവർ, പി രാജീവ് ഉൾപ്പെടെയുള്ളവർ അവൾക്ക് വേണ്ടി പോരാട്ടം തുടരുമെന്നും ഇനിയും മേൽക്കോടതിയിൽ സർക്കാർ പോകുമെന്നൊക്കെ പറയുമ്പോൾ പോലും ആ നീതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. 2017 വർഷങ്ങളിലൊക്കെ ഈ നടി മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന നായികയാണ്. ഇന്ന് എവിടെയാണ് ഈ നായിക? ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മറുപടി പറയാൻ കഴിയുമോ? അതിനുശേഷവും ഈ നായിക മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ ബോക്സ് ഓഫീസിൽ പരാജയമായോ വിജയമായോ എന്നതൊക്കെ രണ്ടാമത്തെ ചർച്ച. പക്ഷേ എത്ര സിനിമകൾ കിട്ടി? എത്ര സിനിമയിൽ ആ നായിക അഭിനയിച്ചു? നായിക വിസമ്മതിച്ചത് കൊണ്ടല്ല ആ നടിയെ അഭിനയിപ്പിക്കാണ്ടിരുന്നത്, അല്ലെങ്കിൽ നടിക്ക് പ്രശ്നം കാരണമല്ല അഭിനയിപ്പിക്കാതിരുന്നത്. മലയാള സിനിമ ഒതുക്കി എന്നത് തന്നെയാണ് ഞാൻ പറയുന്നത്. WCC ഉൾപ്പെടെയുള്ള സംഘടനകൾ അവൾക്കൊപ്പം നിന്നു. ആ WCC ഉൾപ്പെടെയുള്ള സംഘടനയിലെ താരങ്ങൾ ഇപ്പോൾ എവിടെയാണ്? അവർക്ക് സിനിമകളുണ്ടോ? ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരവുണ്ടോ? കഴിഞ്ഞ ദിവസം റിമ കല്ലിങ്കലും പാർവതി തിരുവോത്തും ഉൾപ്പെടെ പരസ്യമായി അവൾക്ക് വേണ്ടി രംഗത്തെത്തി. അവർക്ക് സിനിമകളുണ്ടോ? റിമ കല്ലിങ്കലിന് ഇപ്പോൾ എത്ര സിനിമകളാണുള്ളത്? ഏറ്റവും ഒടുവിൽ സജൻ ബാബു സംവിധാനം ചെയ്ത തിയേറ്റർ എന്ന സിനിമയാണ് റിമ കല്ലിങ്കൽ നായികയായി എത്തിയ ചിത്രം. അതല്ലാണ്ട് റിമ കല്ലിങ്കലിൻ്റെതായി വന്ന ഒരു ബോക്സ് ഓഫീസ് മെഗാ ബ്ലോക്ക് ബസ്റ്റർ സിനിമ ഏതാണുള്ളത്? റിമ കല്ലിങ്കൽ പോലും ഇപ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു ഭാഗമാകാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു നായികയാണ്. റിമയുടെ അഭിമുഖം എടുത്തപ്പോൾ പോലും റിമ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഞാനിവിടെ ഇരിക്കുകയാണ്, എന്നിവിടെ ആരും ഒതുക്കിയിട്ടില്ല, ഞാനിവിടെ നിങ്ങൾക്ക് അഭിമുഖം തരാൻ വേണ്ടി ഇരിക്കുകയാണെന്ന് വളരെ ബോൾഡായിട്ട് റിമ പറയുമ്പോൾ പോലും റിമ ചെയ്തുകൊണ്ടിരുന്ന സിനിമകളുടെ അളവും എണ്ണവും ഇപ്പോൾ എവിടെയാണ്? റിമ തന്നെ പറയുന്നു, എന്നെ പലരും സിനിമയിലേക്ക് വിളിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇതുകൊണ്ട്. ഇത് ആർക്കാ മനസ്സിലാവാത്ത? അരിയാഹാരം കഴിക്കുന്ന ആർക്കാ മനസ്സിലാവാത്തത്? ആ രീതിയിലേക്ക് റിമ കല്ലിങ്കൽ ഒതുക്കപ്പെട്ടില്ലേ? പാർവതി തിരുവോത്ത് എവിടെയാണ്? പാർവതി തിരുവോത്തിൻ്റെ അഭിനയ മികവിനെ കുറിച്ച് ഇവിടെ ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? പാർവതിയുടെ അഭിനയത്തെ ഇന്ത്യൻ സിനിമാ ലോകം തന്നെ വാഴ്ത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, സമയമുണ്ടായിരുന്നു. എവിടെ പാർവതിയുടെ സിനിമകൾ? ഇവിടെ കലയും ടാലൻറ്റുമാണ് നിങ്ങൾക്ക് സിനിമകൾ കിട്ടുന്നതെങ്കിൽ പാർവതിയുടെ സിനിമകൾ എവിടെ? റിമ കല്ലിങ്കലിൻ്റെ സിനിമ എവിടെ? രമ്യ നമ്പീഷിൻ്റെ സിനിമകൾ എവിടെ? WCC എന്ന സംഘടന നടത്തിയത് ഒരു ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്, സ്ത്രീകൾക്കും കൂടി വേണ്ടി നടത്തിയ ഒരു പോരാട്ടമാണ്. കാരണം സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കാൻ അവിടെ ആരുമില്ല എന്നുള്ളത് കൊണ്ട് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ചേർന്നൊരു കൂട്ടായ്മയായി മുന്നോട്ട് വന്നു. അവരവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. അത് മുന്നോട്ട് വെച്ചപ്പോഴേക്കും അവർ ധിക്കാരികളായി, അഹങ്കാരികളായി. ആ രീതിയിലേക്ക് അവരെ സിനിമയിലേക്ക് വിളിക്കേണ്ട കേട്ടോ, കാരണം അവരെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ തലവേദനയായി എന്ന് പോലും വിശ്വസിച്ചിരുന്ന ഒരു മലയാള സിനിമാ ലോകം ഇന്നും നമ്മുടെ മുന്നിലുണ്ട്. നീതി നിഷേധം, തൊഴിൽ നിഷേധം എന്നൊക്കെ വിളിക്കപ്പെടാം. പക്ഷെ അവളുടെ പോരാട്ടമാണ് ഇന്ന് ഇത്രയും വലിയ മാറ്റങ്ങൾ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും തർക്കം വേണ്ട. 2017 വരെ കുത്തഴിഞ്ഞു നിന്ന മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ടോക്ക് എന്താണെന്നറിയാവോ? ഞെട്ടരുത് പറയുന്നത് കേൾക്കുമ്പോൾ. ഈ പൾസർ സുനി എന്ന ഈ കേസിലെ ഒന്നാം പ്രതി ഇതിന് മുൻപും പല നായികമാരോട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും പറഞ്ഞു വിട്ടതാണ് പൾസർ സുനി എന്ന് തെളിയിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അതായത് ഇതിനു മുമ്പും മലയാള സിനിമാ മേഖലയിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതും വളരെ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. ഇവർ ദിലീപിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് സംസാരിക്കുന്നത്. പക്ഷെ പറയുന്നത് എന്താണെന്ന് അവർക്ക് ബോധമുണ്ടോ എന്ന് എനിക്ക് രണ്ടാമത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവർ പറയുന്നത് മലയാള സിനിമാ മേഖലയിൽ ഇതിനു മുമ്പും ഇതുപോലെ നടിമാരെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇത് ഈ കുത്തഴിഞ്ഞ മലയാള സിനിമ ഇൻഡസ്ട്രി ഇന്ന് 2025 എത്തി നിൽക്കുന്നത് എവിടെയാണ്? പേരിന് വേണ്ടിയിട്ടല്ല പറയുന്നത്. ഇപ്പം കൃത്യമായ ഡെക്കോറമുണ്ട്, ഒരു ഇൻറ്റേർണൽ കമ്മിറ്റിയുണ്ട്. എല്ലാ രീതിയിലും ആ താരങ്ങൾക്കോ അവിടെ പ്രൊഡക്ഷൻ ബോയ്ക്ക് ഉൾപ്പെടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സംസാരിക്കാനും അവർക്ക് അത് പോയി പരാതി പറയാനുമുള്ളൊരു സെല്ലുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നതും 2017 അവൾ ശബ്ദിച്ചത് അവൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. അവൾ ഒരു പോരാട്ടമാണ് നയിച്ചത്. ഈ നാട്ടിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും അവരുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് അവൾ പോരാടിയത്. അവളുടെ പോരാട്ടം പല സ്ത്രീകൾക്കും, ഇതുപോലെ ഇരയാക്കപ്പെട്ട പല സ്ത്രീകൾക്കും ഒരു വലിയ പ്രചോദനം തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിലും ഇവിടെ ആർക്കും തർക്കവുമില്ല. കഴിഞ്ഞ ദിവസത്തെ വിധിയെ പലരായി പല രീതിയിലാണ് കൊണോട്ട് ചെയ്തത്. കോടതിക്ക് മുമ്പിൽ തെളിവില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരു തീരുമാനമെടുക്കുന്നു. വിചാരണ കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്നു. ദിലീപിന് പക്ഷേ ഇപ്പോഴും ഈ കേസിൽ പങ്കുണ്ടോ ഇല്ലയോ എന്നതിൽ തർക്കമില്ല. ആരാണ്
പൾസർ സുനിക്ക് ഗൂഢാലോചനയ്ക്ക് വേണ്ടിയിട്ട് വഴിവെച്ചു കൊടുത്തതെന്ന ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല. ഇതൊരു ക്രിമിനൽ ഗൂഢാലോചനയാണെങ്കിൽ ആ ഗൂഢാലോചനയുടെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല. അതുകൊണ്ടാണ് മേൽക്കോടതികളിലേക്ക് സർക്കാർ ഉൾപ്പെടെ പോകുമ്പോഴേക്കും അതിന് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു ജനസമൂഹം ഇന്നുമുണ്ട്. ആ ജനസമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അവൾക്ക് നീതി കിട്ടണം, അതിനകത്ത് തർക്കമൊന്നുമില്ല. അവൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ, കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ അവളുടെ പ്രതികരണം തേടാൻ വേണ്ടി പോയപ്പോൾ അവൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അതിനർത്ഥം അവൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്നത് തന്നെയാണ്. അവളുടെ നീതി അവളുടെ മാത്രം നീതിയാണ്, അവൾ ആഗ്രഹിക്കുന്ന നീതിയാണ്, അവൾ ചോദിക്കുന്നതിൻ്റെ നീതിയല്ല, അവൾക്ക് ലഭിക്കേണ്ട നീതിയാണത്. അത് അവൾക്ക് കിട്ടിയിട്ടില്ല, അവൾ പ്രതികരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മേൽക്കോടതിയിലേക്ക് പോകേണ്ടതും അവൾക്കൊപ്പം നിൽക്കേണ്ടതും ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. ദിലീപ് കുറ്റക്കാരനല്ലെങ്കിൽ ദിലീപിനെ കുറ്റക്കാരനാക്കരുത്. അത് ദിലീപ് മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാക്കരുത്. 100 കുറ്റവാളികൾ അല്ലെങ്കിൽ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ പോലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നത് തന്നെയാണ് നമ്മളെപ്പോഴും സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒരു നിരപരാധിയെ അകത്തിടണം എന്നതിനെ പറ്റിയല്ല ഇവിടെ സംസാരം. ഇവിടുത്തെ സംസാരം അവൾക്ക് ഉറപ്പാക്കേണ്ട നീതിയെക്കുറിച്ചാണ്. ആ നീതി എങ്ങനെയാണ് ഉറപ്പാക്കപ്പെടുന്നത്? ഈ കുറ്റവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് അണിനിരന്നിരിക്കുന്ന എല്ലാവരും ശിക്ഷിക്കപ്പെടണം എന്നത് തന്നെയാണ് അവൾക്ക് നീതി കിട്ടേണ്ട പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ സിമ്പൽ. അതിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയും വേണം. കഴിഞ്ഞ ദിവസം ഈ കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് വന്നതിന് ശേഷം നമ്മൾ അവളെപ്പറ്റിയേ സംസാരിച്ചിട്ടില്ല. നമ്മൾ അവളെക്കുറിച്ച് എത്ര പേര് സംസാരിച്ചു? എല്ലാവരും സംസാരിച്ചത് ദിലീപിനെ കുറിച്ചല്ലേ, നമ്മൾ ഉൾപ്പെടെ സംസാരിച്ചത് ദിലീപിനെ കുറിച്ചല്ലേ. ദിലീപിന് ഇനി എങ്ങനെയായിരിക്കും റോള്, ദിലീപിന് സിനിമാ മേഖലയിൽ എങ്ങനെയായിരിക്കും മാറുക എന്നതിനെക്കുറിച്ച്. പക്ഷെ അവൾക്ക് വേണ്ടിയിട്ടല്ലേ സംസാരിക്കേണ്ടത്? അവൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഇനി ആര് സംസാരിക്കും? കാരണം അവളാണ് ഈ പോരാട്ടം നയിച്ചതോ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോയതോ അല്ലെങ്കിൽ ഇതുവരെ എത്തി നിൽക്കുന്നതും. ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്, അവളുടെ മാത്രം പോരാട്ടമല്ല, മലയാള സിനിമയിൽ ഒരു ശുദ്ധീകരണം സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും തർക്കമില്ല. ഇന്ന് അമ്മയുടെ തലപ്പത്ത് ഒരു വനിതാ പ്രസിഡന്റായ ശ്വേതാ മേനോൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പോലും കാരണം ഈ 2017 ഇവൾ തൊടുത്തുവിട്ട ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ട് പോക്ക് തന്നെയാണ്. ആർക്കെങ്കിലും എതിർക്കാനുണ്ടോ? അല്ലെങ്കിൽ അമ്മ ഒരു ക്ലബ്ബ് പോലെ ആയിരുന്നില്ലേ, അവർ തീരുമാനിക്കുന്നു, അവർ തലപ്പത്തേക്ക് ആരെങ്കിലും കൊണ്ടുവരുന്നു, മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന രീതിയിൽ നിന്ന് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന അമ്മ സംഘടന ഇന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. അത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങൾ തന്നെയാണ്. അതുതന്നെയാണ് ഇതിന് കാരണം. അതുകൊണ്ട് അവൾക്കൊപ്പം തന്നെയാണെന്നും അവൾക്ക് വേണ്ടിയിട്ടാണ് ഈ പോരാട്ടം എന്നതും അവളുടെ നീതി ഉറപ്പാക്കുക എന്നതും തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സംഭവിക്കുന്നത് വരെ അതുമായി ബന്ധപ്പെട്ടുള്ള പോരാട്ടങ്ങൾ തുടരുക തന്നെ ചെയ്യും.